മീൻ ഉണ്ടാവോ? ഒരു മീൻ കിട്ടിയില്ലേ ചേച്ചി മോളെ? ബക്കറ്റിലിട് ബക്കറ്റിലിട്. ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാനും ലച്ചുമോളും ഏട്ടനും കൂടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ മീൻ പിടിക്കാൻ പോരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ, മഴയില്ല, അധികം വെയിലും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് മീൻ പിടിക്കാൻ പോന്നിട്ടുള്ളത്. മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത്. മീൻ പിടിക്കണ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലച്ചുമോക്കും തന്നെ വലയിൽ നിന്ന് മീനൊക്കെ ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു കടവുണ്ട്, പാസം കടവ് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ മീൻപിടുത്തത്തെ യാത്ര. വേ നടക്കില്ല മോളെ. വൈക്കണം നോക്കണ്ടോ? ഇല്ല, കാട്ടുകൂടൊക്കെ ഞങ്ങളെ കൊണ്ടുപോകണത്. നടക്ക് നടക്ക്. മെല്ലെ ഇറങ്ങ് മെല്ലെ. കുറച്ച് സമയം നടന്നത് ആ പുഴയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലച്ചുമോളെ കാലിലൊരു മുള്ളൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഇതാ ഏട്ടനും ലച്ചുമോളും കൂടിയിട്ട് വലയും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ കവടവിലായിട്ട് മീൻ പിടിക്കാൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. 2-3 ആൾക്കാരൊക്കെ അപ്പുറത്ത് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വലയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാവും, കയ്യിന് കുത്തി കയറും. വലയൊക്കെ ശരിയാക്കുന്നുണ്ട്. മീൻ കിട്ടിയാൽ പൊരിക്കാം. തൊട്ടാവാടിയല്ലേ, അത് തൊടുമ്പോ വാടി. മീൻ ഉണ്ടാവോ ലച്ചുമോളെ? മീനുണ്ടാവോ? കിട്ടിണ്ടെങ്കിൽ ആ വലന്ന് ഞാൻ എടുക്കൂട്ടോ. എന്നിട്ട് ഞാൻ അതിന് ഉമ്മക്കണം പച്ചക്കണം. ആയിക്കോട്ടെ. അതിന് ഉമ്മക്കണ ഇഷ്ടം പോത്തിന്. ഉണ്ടോ നോക്ക് ലച്ചുമോളെ. ആ മീൻ ഉണ്ട്, ഒരു മീനില്ലേ? നോക്കട്ടെ നോക്കട്ടെ. ലച്ചുമോള് ബക്കറ്റ് എടുത്തോണ്ട് വല വീശിയിട്ട് ആകെ ഒരു മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. രാത്രിയാവണം അധികം മീനൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതാ കിട്ടിയ മീൻ ഇതാ ലച്ചുമോൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാ എന്നോട് വീഡിയോ എടുത്തു തരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അവൾക്ക് വീഡിയോ എടുത്തു കൊടുത്തു. അപ്പോൾ അതിനിതാ ബക്കറ്റിലിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ എന്താ ബക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ മീനതാ എന്തായാലും ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്.
എവിടെ ലച്ചുമോളെ മീൻ? അയിലേ? ഇതാ ഞങ്ങൾ മീനൊന്നും കിട്ടാതെ തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു കടവും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വെയിലും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതാ കുടയൊക്കെ ചൂടിയിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെച്ചുമ്പോൾ ഇതാ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും അവിടെ ഇതാ വെയിലൊക്കെ കൊണ്ട് മീനൊക്കെ പിടിച്ച് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 2-3 മീനും കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിമീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതാ അവിടെ അങ്ങനെ മീനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മീൻ കിട്ടുമ്പോൾ ലച്ചുമോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എനിക്ക് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതാ കണ്ടോ 2 മീനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ പിടിച്ച് കിട്ടിയ മീനൊക്കെ വറുത്ത് കഴിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുതിയ വീടെടുക്കുന്ന അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബാത്റൂമിൽ ടൈലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പണിയൊക്കെ എടുത്തത് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാ ടൈലൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതാ മേലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ താഴെ ഏട്ടന് ഓരോ കാര്യങ്ങൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ മാറ്റി വെക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഞാനിതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നാൽ. ഇവിടെ കയറി നിന്നാൽ ചുറ്റുഭാഗമുള്ള കാഴ്ചകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. കാരണം ഒരുപാട് പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ കയറിയപ്പോഴാണെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.